വെൽക്കം ബാക്ക് ടു സൈലം ഇറ്റ്സ് മീ വിജയ. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉള്ളതും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. ഏതാണത്? ഏജ് പ്രോബ്ലംസ് അഥവാ വയസ്സിന്റെ കണക്ക്. ഈ വയസ്സിന്റെ കണക്ക് നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും തീർത്തരും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ക്ലാസ് കാണുന്നതിന് മുമ്പേ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കുകളും എന്ത് ചെയ്തോളാം, കമന്റ് സെക്ഷനിൽ ഇടുക, അത് മറക്കരുത്. അപ്പൊ വേഗം സമയം കളയാതെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? സാധനം ക്വസ്റ്റ്യൻ ഇതാ വന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് 9 times ദാറ്റ് ഓഫ് അപ്പു. അപ്പുവിന്റെ അമ്മയുണ്ട്, അപ്പു ഉണ്ട്. എന്താ പറയുന്നത്? അപ്പുവിന്റെ വയസ്സിനേക്കാൾ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ് അല്ലേ? അമ്മയുടെ വയസ്സ്. ആഫ്റ്റർ 9 years ഇറ്റ് വുഡ് 3 times വാട്ട് ആർ their ages now. ഇപ്പോഴത്തെ അവരുടെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി തീരുമെങ്കിൽ ഇപ്പോഴത്തെ പ്രായം എത്ര? എന്റെ പൊന്നു മക്കളെ, ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യാന്നറിയും? ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ അഥവാ സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് ഈ ഒരു ചോദ്യത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഒരു ഡാറ്റ മീൻസ് ഒരു സംഭവം റെഡിയാക്കണം, ഒരു ഇക്വേഷൻ സമവാക്യം റെഡിയാക്കണം. അതെങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എങ്ങനെയാണ് റെഡിയാക്കാന്നൊന്നും പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണേ. അതായത് അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. ഒന്ന് ആലോചിച്ച് പറയാം നിങ്ങൾക്ക്. അതായത് അപ്പൂനായിരിക്കും അമ്മയ്ക്കായിരിക്കും പ്രായം കുറവ്. സ്വാഭാവികമായിട്ടും അപ്പൂനായിരിക്കും പ്രായം കുറവ് ഉണ്ടാവും അല്ലെ? അപ്പൊ അപ്പുവിന്റെ പ്രായം നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? അപ്പുവിന്റെ ഏജ്, നിലവിലെ ഏജ് ആണ് ചോദിച്ചത്, ഇപ്പോഴത്തെ ഏജ് ആണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ പ്രസന്റ് ഏജ് ആണ് ഇപ്പോഴത്തെ വയസ്സ്. ആരുടെ ഇപ്പോഴത്തെ വയസ്സ്? രണ്ടാളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ? ഏജ് എത്രയാണെന്ന് നോക്കാം നമുക്ക്. അപ്പു ഏറ്റവും മീൻസ് ചെറുത്, അപ്പു തന്നെ ആയിരിക്കും ഏറ്റവും എന്ത് ചെയ്യുക? ചെറുത്. അമ്മ ഉണ്ടാവും, പിന്നെ ചെറുതില്ല. ഓക്കെ, അപ്പു തന്നെയാണ്. അപ്പൊ അപ്പു നമ്മൾ എന്തായിട്ട് എടുക്കാം? അപ്പുവിന്റെ വയസ്സ് എക്സ് ആയിട്ട് എടുക്കാം. കാരണം ഇപ്പോഴത്തെ വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുവിന്റെ വയസ്സ് നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ശ്രദ്ധിച്ചേക്കെ. അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് ആരുടെ വയസ്സെന്ന് പറയുന്നുണ്ട്? അമ്മയുടെ പ്രായം എന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 9 times. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോഴത്തെ വയസ്സിന്റെ 9 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയലുണ്ട്. മുന്നത്തെ വീഡിയോസ്, ഇക്വേഷന്റെ വീഡിയോസ് ഒക്കെ കാണാത്തവരൊക്കെ ഒന്ന് വെട്ടുന്നത് ഈ വീഡിയോ സെക്ഷനിലുണ്ട്, കണ്ടുപോവുക. അതിൽ പറയുന്നുണ്ട് എന്ത്? അപ്പുവിന് എത്രയാണോ വയസ്സുള്ളത് എക്സ് എടുത്തു കഴിഞ്ഞാൽ അപ്പുവിന്റെ അമ്മയ്ക്ക് അല്ലെ മദറിന് എത്രയാണ്? 9 മടങ്ങ്. 9 times. 9 times എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ്? ഇപ്പൊ 10 times ആണോ 9 times ആണോ എത്ര ടൈംസ് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഇവിടെ 9 ആണെങ്കിൽ ആ 9 എന്ത് ചെയ്താൽ മതി? എക്സിന്റെ കൂടെ ചേർത്താൽ മതി. ഓക്കെ, അപ്പൊ 9x. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രായങ്ങൾ, ഏജ്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ 10 മടങ്ങാണെങ്കിലോ 10x, 20 മടങ്ങാണെങ്കിലോ 20x. അപ്പൊ എത്ര മടങ്ങാണോ എന്ന് ചോദ്യത്തിലുണ്ടെങ്കിൽ അത്രയും മടങ്ങ് ഇവിടെ എഴുതിച്ചു. ഇവിടെ 9 ആയതുകൊണ്ട് 9 എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒരു ഇതിലേക്ക് പോട്ടോ. നമുക്ക് 9 വർഷം കഴിയുമ്പോൾ, പ്രത്യേക നോട്ട് ചെയ്ത് വെച്ചോ, 9 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 9 years. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? ആഫ്റ്റർ 9 years അല്ലെ? ആഫ്റ്റർ 9 years എന്ന് പറഞ്ഞാൽ എന്താ? 9 വർഷം കഴിയുമ്പോൾ 9 വർഷം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണോ 9 വർഷം കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക അല്ലെ? 9 വയസ്സ് കൂടും അല്ലെ? ഉദാഹരണത്തിന് നിങ്ങളും നിങ്ങളുടെ അമ്മയാണെന്ന് വിചാരിച്ചോളി. നിങ്ങൾക്ക് എത്ര വയസ്സാണോ 9 വർഷം കഴിയുമ്പോൾ 9 വയസ്സ് കൂടൂലേ അല്ലെ? അമ്മയുടെ വയസ്സ് 9 വർഷം കൂടും അല്ലെ? 9 ഏജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് ഒരാളുടെ ഏജ് അങ്ങനെ കൂടാണ്ടിക്കോ? ഇല്ല, 2 പേരുടേതും കൂടും. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അപ്പുവിന്റെ ഒന്ന് ആലോചിച്ച്, നേരത്തെ അപ്പുവിനുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന വയസ്സ് എത്രയാണ്? എക്സ് ആണ്. ഇപ്പം 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന് എത്ര ഉണ്ടാവും? എക്സിനോട് ഒരു 9 അങ്ങോട്ട് കൂട്ടേണ്ടി വരും. എത്ര വരും? എക്സിനോട് ഒരു 9 കൂട്ടണം. ഇത്ര പണിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്കും സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾ, അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടാവും? അമ്മ എന്ന് പറഞ്ഞാല് മദർ അല്ലെ? മദറിന് എത്ര വയസ്സുണ്ടാവും? സിമ്പിൾ. എത്രയായിരിക്കും? സിമ്പിൾ ലോജിക് ആണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇപ്പൊ നിലവില് 9x ആണെങ്കിൽ 9xനോട് ഒരു 9 കൂടെ കൂട്ടിയാൽ മതി. പക്ഷേ കഴിഞ്ഞില്ല. ഒരു സാധനം കൂടെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. എന്താണ് അതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചോ. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായിട്ട് മാറും അല്ലെ? നേരത്തെ 9 മടങ്ങ് എന്നുള്ളത് എന്തായിട്ട് മാറും എന്ന് പറയുന്നത്? 3 മടങ്ങായിട്ട് അത് മാറും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആരുടെ വയസ്സാണ് അല്ലെ?
അപ്പുവിന്റെ വയസ്സ്, ആ ഒരു വയസ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 3 ചേർത്ത് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ 9 വർഷം കഴിയുമ്പോൾ ഉള്ളത്. 9 വർഷം കഴിയുമ്പോൾ 3 മടങ്ങ് ആരുടെ നമ്മുടെ അമ്മയുടെ വയസ്സായിട്ട് മാറും. കേട്ടല്ലോ. അപ്പം ഇപ്പൊ നിലവില് 9 വർഷം കഴിയുമ്പോൾ അപ്പുയുടെ വയസ്സ് എത്രയാടാ? 3 × x+9 ആണ് അല്ലെ? ആരുടെ? നമ്മുടെ അമ്മയുടെ വയസ്സ് എത്രയാടാ? 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ വയസ്സ് എത്രയാണോ അത് 9 മടങ്ങാണ് ആരുടെ? നമ്മുടെ ഇതിലെ വയസ്സ്. അപ്പൊ എത്ര വരും? 9x+9. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇവിടെ ഇങ്ങനെ എഴുതിയതിന് ശേഷം 9 വർഷം കഴിഞ്ഞിട്ടുള്ള സാധനം രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത്. അത് രണ്ടും ഈക്വൽസ് ചെയ്തിട്ട് സമമായിട്ട് എഴുതിച്ചാൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പൊന്നു മക്കളെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ സെറ്റ് ആണ് കേട്ടോ. ഓക്കെ, ആൻസർ സെറ്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. ആദ്യം ഈ 3നെയും x-നെയും ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും? 3x കിട്ടും. അടുത്തത് എന്ത് ചെയ്യാ? അടുത്തത് ഈ 3 × 9 ഗുണിക്കാം. 3 9 എത്രയാടാ? 3 9 27 കേട്ടോ. ഓക്കെ, അപ്പുറത്തുള്ള ഈ സാധനം എന്ത് ചെയ്തോളാം? അതേപോലെ തന്നെ താഴത്തോട്ട് ഇറക്കി എഴുതിക്കോളാ. അപ്പൊ എങ്ങനെ കിട്ടാ? 9x+9. കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? എക്സുകൾ ഉള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, എക്സുകൾ ഇല്ലാത്ത നമ്പറുകളൊക്കെ മറ്റേ ഭാഗത്തേക്കും കൊണ്ടുവരിക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിന്റെ വില കിട്ടും. അത്ര പണിയുള്ളൂ ചെയ്യാൻ കേട്ടോ. അപ്പൊ എക്സുകൾ ഏതൊക്കെയാ നോക്ക്. ഏറ്റവും കൂടുതൽ എക്സ് ഉള്ളിടത്ത് കൊണ്ടുപോകാം, അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ഇവിടെ 9x ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3xനെ ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കാം. റെഡിയാണോ? എന്തുകൊണ്ടാ പറഞ്ഞയച്ചത്? ഇവിടെ 9x ഉണ്ട്, ഇവിടെ 3x ഉണ്ട്. അപ്പൊ എക്സിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ കൂടുതൽ 9x ഉള്ളവട്ട് കൊണ്ടുപോയി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എക്സ് ഇല്ലാത്തൊരു നമ്പർ ഉണ്ട്. ഈ +9 ഇങ്ങോട്ടും പോകും. കണ്ടോ? ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഓൾറെഡി ഇവിടെ ഉള്ള ആളെ ഇത് ഇവിടെ ആദ്യം 27 ഉണ്ട്, 27 എഴുതി. ഇനി ഈ +9 ഇങ്ങോട്ട് പോകുമ്പോൾ -9 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ എന്തുണ്ട്? 9x ഉണ്ട്. അപ്പൊ 9xന്റെ കൂടെ ഈ ഒരു 3x ഇങ്ങോട്ട് പോവാണ്, -3x. കേട്ടല്ലോ, ഇതാണ്. ഓക്കെ, 27 ന്ന് 9 കുറഞ്ഞാൽ എത്രയാടാ? 18. എത്രയാ? 18 അല്ലെ. 18 ഈക്വൽ ടു 9x ന്ന് 3x കുറഞ്ഞാൽ എത്രയാടാ? 6x. 9x ന്ന് 3x പോയാൽ 6x അല്ലെ. ഓക്കെ, എക്സിന്റെ വില കാണാൻ സിമ്പിൾ ആണ്. ഈ 6നെ പിടിച്ചിട്ട് എവിടെ ഇട്ടാൽ മതി? ഈ താഴോട്ട് ബൈ ഇട്ടാൽ മതി. ബൈ ആയിരിക്കും വരും കേട്ടോ. അപ്പൊ x ഈക്വൽ ടു എന്ത് വരും? ഈ 18ന്റെ താഴത്ത് 6 വരും. ദാറ്റ് ഈസ് എക്സിന്റെ വില കിട്ടി. 18 ആയിരിക്കണം 6 3. മക്കളെ, 3 കിട്ടിക്കഴിയാൻ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടിരുന്നോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സിന്റെ വില. ഇവിടെ ചോദ്യം എന്താ? ചോദ്യം നോക്കണേ. ഇത് 3 മടങ്ങായി മാറും. ഇവരുടെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചത്. ഓക്കെ, ഇപ്പോഴത്തെ പ്രായം ഇവിടെയല്ലേ ഉള്ളത്. അപ്പൊ ഇപ്പോഴത്തെ പ്രായം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആൻസർ ഇവിടെ സെറ്റ് ആണ്. എക്സിന്റെ വില ഇവിടെ 3 കിട്ടി അല്ലെ. എക്സിന്റെ വില എത്ര കിട്ടി? നമുക്ക് 3 കിട്ടി. ആ 3 ആണ് ഇപ്പോഴത്തെ അപ്പുവിന്റെ വയസ്സ്. നമ്മുടെ ഉത്തരം അപ്പുവിന്റെ വയസ്സ് 3. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പുവിന്റെ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും ഉണ്ടാവുക? ഈ 9നോട് കൂടെ എന്ത് ചെയ്താൽ മതി? ആ 3 ഗുണിച്ചാൽ മതി. 9 3 27. നമ്മുടെ ഉത്തരം സെറ്റ് അല്ലെ. ഇത്ര പണിയുള്ളൂ ചെയ്യാൻ. അപ്പൊ അപ്പുവിന്റെ നിലവിലെ വയസ്സ് 9, മദറിന്റെ വയസ്സ് എത്ര? 27. ഇത്രയും ചെയ്താൽ മതി മക്കളെ, നിങ്ങൾ സെറ്റ് ആവും. അപ്പോ നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങോട്ട് അടുക്കുകയാണ്. എന്റെ പൊന്നു മക്കള്, പരീക്ഷയ്ക്ക് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കുകളും ഞങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഉറപ്പായിട്ടും നമ്മൾ അറിയിക്കുക. ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം? നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, പരീക്ഷ എന്താണ്, നിങ്ങളുടെ എക്സാമിന്റെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്തോളാം? അറിയിക്കോളാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്തോളാം? പഠിച്ചു വെച്ചോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ എക്സ് വെച്ചിട്ടുള്ള ഈ സാധനം നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം എഴുതുക. Wish you all the best. It's me, VJR, signing off. Bye.